ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ജനുവരി മാസം 5-ാം തീയതി. ഇന്ന് തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്നത് ആഗോള കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കുടിയേറ്റക്കാരുടെയും രോഗബാധിതരായ കുട്ടികളുടെയും പ്രത്യേക മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ ജോൺ നോയ്മാൻ്റെ തിരുനാളാണ്. വിശുദ്ധ ജോൺ നോയ്മാൻ ബൊഹേമിയായിലാണ് ജനിച്ചത്. 1811 മാർച്ച് 28-ാം തീയതി ബൊഹേമിയായിൽ, ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യത്തിൽ ഇദ്ദേഹം ജനിച്ചു. കാലുറ നെയ്ത്തുകാരനായ ഒരു സാധാരണ പിതാവിൻ്റെ 6 മക്കളിൽ ഒരാളായിരുന്നു നോയ്മാൻ. ഇദ്ദേഹം തൻ്റെ പ്രാരംഭിക പഠനങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം ഒരു വൈദികനാകുന്നതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചു. അത് പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ രൂപതയിൽ വൈദികനാകുന്നതിനു വേണ്ടി പിതാവിനെ സമീപിച്ചു. പക്ഷേ ആ രൂപതയിൽ ആവശ്യത്തിലധികം വൈദികരുണ്ട് എന്ന കാരണം പറഞ്ഞ് ജോൺ നോയ്മാനെ അദ്ദേഹം സ്വീകരിച്ചില്ല, തിരുപ്പട്ടം കൊടുത്തില്ല. അതിനുശേഷം ജോൺ നോയ്മാൻ യൂറോപ്പിലുള്ള മറ്റ് പല രൂപതകളിലും തന്നെ വൈദികനാക്കണം എന്ന അപേക്ഷയുമായി സമീപിച്ചെങ്കിലും അവരെല്ലാവരും ഇതേ കാരണം പറഞ്ഞുകൊണ്ട്, അതായത് തങ്ങളുടെ രൂപതകളിലെല്ലാം ആവശ്യത്തിന് വൈദികരുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ മറ്റൊരാളെ കൂടെ വൈദികനായി സ്വീകരിക്കാൻ, പട്ടം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ജോൺ നോയ്മാൻ അമേരിക്കയിലുള്ള രൂപതകളിലേക്ക് അപേക്ഷിച്ചു. അവിടെ നിന്നും സമാനമായ മറുപടിയാണ് ലഭിച്ചത്. അങ്ങനെ 25 വയസ്സായ ഈ മകൻ തൻ്റെ വിശ്വാസം പോലും കുറേശ്ശെയൊക്കെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അവസാനം കയ്യിൽ കേവലം $1 മാത്രമായി ന്യൂയോർക്കിലേക്ക് നോയ്മാൻ കുടിയേറുകയാണ്. ഒരു സാധാരണ കുടിയേറ്റക്കാരനായി അമേരിക്കയിലെത്തിയ ജോൺ നോയ്മാനെ ഒരു നല്ലൊരു വൈദികൻ സഹായിക്കുകയും അദ്ദേഹം ജോൺ നോയ്മാനെ ന്യൂയോർക്കിലെ ഒരു രൂപതയിൽ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുകയും ആ പിതാവ് നോയ്മാന് പട്ടം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ജോൺ നോയ്മാൻ്റെ ശുശ്രൂഷാ മേഖലകൾ വളരെ സാഹസികമായ ശുശ്രൂഷകളായിരുന്നു. അദ്ദേഹം വളരെ പ്രത്യേകമായി നയാഗ്ര പ്രദേശങ്ങളിൽ, വളരെ ഉൾപ്രദേശങ്ങളിൽ ഒക്കെ താമസിച്ചിരുന്ന ആളുകളുടെ അടുത്തേക്ക് നടന്നു മാത്രം ചെല്ലാൻ പറ്റുന്ന ഇടങ്ങൾ, അവിടെയൊക്കെ ഇദ്ദേഹം കാൽനടയായി സഞ്ചരിക്കുകയും തന്നെ ഏൽപ്പിച്ച അജഗണത്തെ ഏറ്റവും വിശ്വസ്തയോടുകൂടെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ പരിപാലിക്കുകയും ചെയ്തു. കുടിയേറ്റക്കാരുടെ ഇടയിൽ മിഷണറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. മേരിലാൻഡിലും വെർജീനിയയിലും ഒഹായോയിലും മിഷിഗണിലും ഒക്കെ ജോൺ നോയ്മാന് തൻ്റെ അജപാലന ശുശ്രൂഷകൾ നടത്താനായിട്ട് സാധിച്ചു. തൻ്റെ അജഗണത്തെ സന്ദർശിക്കുന്നതിനും അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അദ്ദേഹം എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറായിരുന്നു. അദ്ദേഹത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു ബൈബിൾ വചനമായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. നല്ല ഇടയനായ ഈശോ തന്നെക്കുറിച്ച് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വചനങ്ങൾ ഈ പുരോഹിതനെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. യോഹന്നാൻ 10:11 മുതൽ 15 വരെ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഞാൻ നല്ല ഇടയനാണ്,
നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. വിശുദ്ധ ജോൺ നോയ്മാൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആജഗണത്തിനു വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. തുടർന്ന് ഈശോ പറയുകയാണ്, ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. പ്രതിസന്ധികളിൽ അവർ തങ്ങളുടെ അജഗണത്തെ ഉപേക്ഷിക്കുന്നു. ജോൺ നോയ്മാൻ പറഞ്ഞു, ഞാൻ എന്ത് പ്രതിസന്ധിയുണ്ടെങ്കിലും എൻ്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല. രോഗങ്ങളുടെ പ്രതിസന്ധി, കാലാവസ്ഥയുടെ പ്രതിസന്ധി, സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ, ഏതവസ്ഥയുമായിക്കൊള്ളട്ടെ, വിമർശനങ്ങൾ, അപമാനങ്ങൾ, സഹനങ്ങൾ, ഞാൻ എൻ്റെ അജഗണത്തെ ഉപേക്ഷിക്കുകയില്ല. കാരണം ഞാൻ നല്ല ഇടയനാണ്. ഈശോ പറഞ്ഞു, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. അങ്ങനെ ഈശോയെപ്പോലെ ജീവൻ അർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് പുരോഹിതനായ ജോൺ നോയ്മാൻ തൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിക്കുന്നതും തുടരുന്നതും. ദരിദ്രരെയും ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരെയും സഹായിക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ 29-ാമത്തെ വയസ്സിൽ കോൺഗ്രിഗേഷൻ ഓഫ് മോസ്റ്റ് ഹോളി റെഡീമർ, അതായത് നമ്മളുടെ റിഡംപ്റ്ററിസ്റ്റ് സഭയിൽ അദ്ദേഹം ചേരുന്നത് 29-ാമത്തെ വയസ്സിൽ. ആ സഭയിൽ അമേരിക്കയിൽ നിന്ന് അംഗമാകുന്ന ആദ്യത്തെ ആളായിരുന്നു വിശുദ്ധ ജോൺ നോയ്മാൻ. വിശുദ്ധ ജോൺ നോയ്മാൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും സഭ മുഴുവൻ ആകൃഷ്ടരായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ 41-ാമത്തെ വയസ്സിൽ, ഏറ്റവും ചെറുപ്പമായിരിക്കുന്ന ഒരു സമയത്ത് തന്നെ, 41-ാമത്തെ വയസ്സിൽ 1852 9-ാം പിയൂസ് മാർപ്പാപ്പ ഫിലാഡൽഫിയയിലെ ബിഷപ്പായി നിയമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ നോയ്മാൻ ഫിലാഡൽഫിയയിലെ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ രൂപതയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത് കേവലം 2 വിദ്യാലയങ്ങൾ മാത്രമായിരുന്നു. 8 വർഷം മാത്രമാണ് ഫിലാഡൽഫിയയിൽ വിശുദ്ധ ജോൺ നോയ്മാൻ ശുശ്രൂഷ ചെയ്തത്. 8 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ഈ 8 വർഷക്കാലം കൊണ്ട് 2 വിദ്യാലയങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് 100 വിദ്യാലയങ്ങളായി അദ്ദേഹം അത് വളർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് രൂപതയുടെ നേതൃത്വത്തിൽ 98 പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 8 വർഷത്തെ കാലയളവ് കൊണ്ട് അദ്ദേഹത്തിന് ആരംഭിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് സഭ ആഗോള കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധ ജോൺ നോയ്മാനെ പ്രഖ്യാപിച്ചത്. കാരണം യുവാക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അത്രയേറെ ശ്രദ്ധയും ത്യാഗവും ഒക്കെ ഏറ്റെടുത്ത ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ നോയ്മാൻ. അദ്ദേഹം യുവാക്കളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയെന്ന് മാത്രമല്ല, അഗതി മന്ദിരങ്ങൾ സ്ഥാപിച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടി, ഭവനമില്ലാത്തവർക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി, പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി, കുടിയേറ്റക്കാരായ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഒരു പരിഗണനയും ലഭിക്കാതെ രാജ്യത്ത് അലയുന്നവർക്ക് വേണ്ടി അദ്ദേഹം അഗതി മന്ദിരങ്ങൾ സ്ഥാപിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് ഉള്ള ഈശോയുടെ വാക്കുകൾ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു,
ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്ന ആ ഈശോയുടെ വചനങ്ങൾ. ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങളിത് ചെയ്തു തന്നതെന്ന ഈശോയുടെ വചനങ്ങൾ വിശുദ്ധ ജോൺ നോയിമാനെ വളരെയേറെ സ്വാധീനിക്കുകയും ചലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഹൃദയം തുടിച്ച ഒരു വൈദികനായിരുന്നു വിശുദ്ധ ജോൺ നോയ്മാൻ. തൻ്റെ ദൗത്യ നിർവഹണത്തിനിടയിലും, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ, അത് നടത്തുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നു, അതിനുവേണ്ടി ഓടി നടക്കുന്നു, ത്യാഗമെടുക്കുന്നു. അതുപോലെ അഗതി മന്ദിരങ്ങൾ സ്ഥാപിക്കുന്നതിൽ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ ഒക്കെ ഒത്തിരിയേറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലും അദ്ദേഹം ഒത്തിരിയേറെ സമയം ദിവ്യകാരുണ്യ ആരാധനയിൽ ചെലവഴിച്ചു. 40 മണിക്കൂർ ആരാധന ആദ്യമായി അമേരിക്കയിൽ ആരംഭിച്ചത് വിശുദ്ധ ജോൺ നോയ്മാനാണ്. അദ്ദേഹത്തിന് ദിവ്യകാരുണ്യനാഥനോടുണ്ടായിരുന്ന സ്നേഹവും അത് പ്രചരിപ്പിക്കുന്നതിൽ, ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നതിലുണ്ടായിരുന്ന തീഷ്ണതയുടെയും ഒക്കെ അടയാളമായി നമുക്ക് കാണാൻ കഴിയാവുന്നൊരു കാര്യമാണ് 40 മണിക്കൂർ ആരാധന അദ്ദേഹം ആരംഭിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് സാധാരണ മനുഷ്യരോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഫലമായി അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. കുടിയേറ്റക്കാരുടെ ഭാഷ അദ്ദേഹം പഠിച്ചു. 6 ഭാഷകൾ അദ്ദേഹത്തിന് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അദ്ദേഹം അത് പഠിച്ചെടുത്തു. ഇംഗ്ലീഷും സ്പാനിഷും ഡച്ചും ഫ്രഞ്ചും ഇറ്റാലിയനും ഗാലിക് ഭാഷകളും അദ്ദേഹം പഠിക്കുകയും അവരുടെ എല്ലാവരുടെയും കുമ്പസാരം കേൾക്കുന്നതിനും ഈ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് വേണ്ടി കൂദാശകൾ കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് അദ്ദേഹം തന്നെ ഒരുക്കി എന്നുള്ളതാണ്. ആദ്യമായി അമേരിക്കയിൽ ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു ദേവാലയം ആരംഭിച്ചത് വിശുദ്ധ ജോൺ നോയ്മാനാണ്. ഒരു ദേശത്ത് വേറൊരു ദേശക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു ദേവാലയം ആരംഭിക്കാൻ പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം വിശാലമായിരുന്നു. വളരെ ജനകീയനായ ഒരു പിതാവായിരുന്നു വിശുദ്ധ ജോൺ നോയ്മാൻ. പാവപ്പെട്ടവർക്ക് ഏത് സമയവും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരാമായിരുന്നു. ഒരു മനുഷ്യന് ഒരു ദേവാലയത്തിലേക്ക്, ഒരു ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഒരു തടസ്സവും കൂടാതെ ഓടി വരാൻ പറ്റുന്നത് പോലെ വിശുദ്ധ ജോൺ നോയ്മാൻ എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ അരമനയിലേക്ക്, അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഏത് പാവപ്പെട്ടവർക്കും ഏത് സമയവും ഓടി വരാമായിരുന്നു. കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്നത് ദിവ്യകാരുണ്യനാഥൻ്റേതുപോലെയുള്ള ഒരു ഹൃദയമായിരുന്നു. അടച്ചുകെട്ടില്ലാത്ത ഒരു ഹൃദയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അരമനയുടെ സുരക്ഷിത മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക്, സമൂഹത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക്, വേലിക്കെട്ടുകളില്ലാതെ, വേർതിരിവുകളില്ലാതെ വിശുദ്ധ ജോൺ നോയ്മാൻ ആളുകളുടെ വീടുകളിലേക്ക് കടന്നു ചെന്നു. അദ്ദേഹം അവരോട് കൂടെ അവരുടെ വീടുകളിൽ അന്തിയുറങ്ങി, അവരോട് കൂടെ താമസിക്കുകയും രോഗികളെ പരിചരിക്കുകയും ചെയ്തു. ഓർക്കണം, ഫിലാഡൽഫിയ എന്ന് പറയുന്ന അന്നത്തെ തന്നെ വലുതും പ്രശസ്തവുമായൊരു രൂപതയുടെ രൂപതാധ്യക്ഷനാണ്. അദ്ദേഹം പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നു, അവരുടെ കൂടെ അന്തിയുറങ്ങുന്നു, അവിടെയുള്ള രോഗികളെ പരിചരിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. പല സ്ഥലങ്ങളിലും ദേവാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെയാണ്, മധ്യഭാഗത്താണ്. ദേവാലയങ്ങളില്ലാത്ത ഇടങ്ങളിൽ ആളുകളുടെ വീടുകളിലെ കിച്ചൺ ടേബിൾ അദ്ദേഹം അൾത്താരയാക്കി മാറ്റി അവിടെ നിന്ന് അവർക്ക് വേണ്ടി, ആ ദേശത്തുള്ളവർക്ക് വേണ്ടി, പരിസരങ്ങളിലുള്ളവർക്ക് വേണ്ടി അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു.
അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും അദ്ദേഹം പ്രിയങ്കരനായി ജീവിച്ചു. ഒത്തിരിയേറെ മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ച അദ്ദേഹം അതുപോലെ തന്നെ ജനങ്ങളോട് കൂടെ തൻ്റെ ജീവിതം ചെലവഴിച്ചു. ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരനായി മാറിയ നോയിമാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലേശകരമായ ജോലികളാൽ ക്ഷീണിതനായി ഫിലാഡൽഫിയയിലെ റോഡിൽ കൂടെ നടക്കുമ്പോൾ 1860 ജനുവരി 5 കേവലം 48 വയസ്സ് മാത്രമുള്ള സമയത്ത് ആ നല്ല പിതാവ് പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും വഴിയിൽ വെച്ച് തന്നെ മരണമടയുകയും ചെയ്തു. ഫിലാഡൽഫിയയിലെ താഴത്തെ പള്ളിയുടെ അൾത്താരയിൽ ഈ വിശുദ്ധനെ അടക്കം ചെയ്തു. 1963 പോൾ 6 പാപ്പ നോയ്മാനെ വാഴ്ത്തപ്പെട്ടവനായും 1977 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധൻ അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആഗോള കത്തോലിക്ക സഭയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥനാണ് എന്നതുപോലെ തന്നെ രോഗബാധിതരായ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി സഭ പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനാണ്. കാരണം വിശുദ്ധ നോയ്മാന്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് നടന്ന അത്ഭുതങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളായിരുന്നു. കാനനൈസേഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ഒരു അത്ഭുതം ഇങ്ങനെയായിരുന്നു. 1963 മിഖായൽ ഫ്ലാനിഗൻ എന്ന് പറയുന്ന ഒരു 14 വയസ്സുകാരൻ, ഈ കുഞ്ഞിന് എവിങ് സർക്കോമ എന്ന ഒരു ബോൺ ക്യാൻസർ ആയിരുന്നു. ഈ കുട്ടി 6 മാസം കൂടി മാത്രമേ ഇനി ജീവിക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. ഇനി ഒരു ട്രീറ്റ്മെൻറ്റുമില്ല എന്ന് വിധിയെഴുതി. അങ്ങനെയാണ് മൈക്കിളിൻ്റെ മാതാപിതാക്കൾ അവനെയും കൂട്ടി ഫിലഡൽഫിയയിലെ വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൽ വന്ന് അവിടെയുള്ള ഷ്രൈനിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അവർ കൂടെ വരാൻ തുടങ്ങി, കൊച്ചിനെയും കൊണ്ട് വരാൻ തുടങ്ങി. മൈക്കിളിൻ്റെ താടിയെല്ലിലും കാലിലും ശ്വാസകോശത്തിലും ക്യാൻസർ പടർന്നിട്ടുണ്ടായിരുന്നു. ഏത് നിമിഷവും കുട്ടി മരിക്കാമെന്നതായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. അങ്ങനെയാണ് അവർ ഷ്രൈനിൽ വരികയും ആ കുഴിമാടത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അമ്മ ഒരു കാര്യം ചെയ്തു. വിശുദ്ധ നോയ്മാൻ്റെ ഒരു റെലിക് അവിടെ നിന്ന് കളക്ട് ചെയ്തു. എന്നിട്ട് ഈ മൈക്കിൾ എന്ന് പറയുന്ന കുട്ടിയുടെ വസ്ത്രത്തോട് ചേർത്ത് ഈ വിശുദ്ധൻ്റെ ഈ തിരുശേഷിപ്പ് തുന്നിച്ചേർത്ത് വെച്ചു. അങ്ങനെ അവൻ 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിൽ പലതവണ അവർ മൈക്കിളിനെ ഷ്രൈനിൽ കൊണ്ടുപോയി. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് ഇവനെ ഒരു ഫോളോ അപ്പ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഇവനിൽ അങ്ങനെയൊരു രോഗമില്ല എന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് ലഭിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 6 മാസം പ്രത്യേകിച്ച് ഒരു മരുന്നും അവൻ്റെ രോഗം മാറുന്നതിന് വേണ്ടി കഴിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാനില്ലായിരുന്നു. വേദന കൂടുമ്പോൾ കഴിക്കാനുള്ള ഒരു പെയിൻ കില്ലർ മാത്രമാണ് അവന് നൽകപ്പെട്ടിരുന്നത്. പക്ഷെ അവന് സൗഖ്യമായി മാറിയത് ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥനയാണ്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയാണ് ഈ കുഞ്ഞ് പൂർണ്ണാരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത് 1923 വടക്കൻ ഇറ്റലിയിലെ മിലാൻ അടുത്തുള്ള സാസുവേല പട്ടണത്തിൽ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി
ഈവ ബനാസി എന്ന് പറയുന്ന പെൺകുട്ടി, അവൾക്ക് ട്യൂബർകുലാസ് പെരിറ്റോണിറ്റിസ് എന്ന ഒരു രോഗം, ശക്തമായ തലവേദനയും വയറുവേദനയും പനിയും, കുഞ്ഞിൻ്റെ മരണം ആസന്നമായെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അപ്പോഴാണ് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ ഒരു കന്യാസ്ത്രീ അവളുടെ അടുത്തേക്ക് കുഞ്ഞിനെ കാണാൻ വരികയും വിശുദ്ധ നോയിമാൻ്റെ ചിത്രം അവളുടെ വയറിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് ഇന്ന് തന്നെ മരിക്കും എന്ന് പറഞ്ഞിരുന്നൊരവസ്ഥയിൽ അന്ന് രാത്രി ആ കുഞ്ഞിൽ നിന്ന് രോഗം അപ്രത്യക്ഷമാവുകയും അവളുടെ പനി കുറയുകയും പൂർണ്ണാരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുപോലെ തന്നെ മറ്റൊരു യുവാവിൻ്റെ സൗഖ്യം ഇങ്ങനെയാണ്. 1949 ജൂലൈ 8 വില്ലനോയിലെ ക്ലെൻഡ് ലെനഹാൻ ജൂനിയർ എന്ന് പറയുന്നൊരു യുവാവ് ഒരു വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. തലയോട്ടി ചതഞ്ഞു. ഒരു കണ്ണ് അതിൻ്റെ സോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളി. ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും വായയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. 107 ഡിഗ്രി ചൂട്, വേഗതയിലുള്ള ഹൃദയമിടിപ്പ്, മരണത്തിനും ജീവനുമിടയിലുള്ള ദിവസങ്ങൾ. ആ സമയത്ത് ഇവൻ്റെ അമ്മ ഈ ഷൈനിൽ പോയിട്ട് വിശുദ്ധ നോയിമാൻ്റെ കാസക്കിൻ്റെ ഒരറ്റം അവിടെ നിന്ന് ശേഖരിക്കുകയും ഈ യുവാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ മേൽ വെച്ചിട്ട് ഈ അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ആ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയം തന്നെ 107 ഡിഗ്രി ചൂട് 100ലേക്ക് താണു. പൾസ് നോർമലായി. 5 ആഴ്ചകൾ കൊണ്ട് ഈ മകൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഈ 3 പ്രത്യേകമായിട്ടുള്ള അത്ഭുതങ്ങൾ സഭ സ്വീകരിക്കുകയും ഇതുപോലെ രോഗബാധിതരായ കുഞ്ഞുങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി നോയിമാനെ അവതരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കുടിയേറ്റക്കാരായ എല്ലാ മനുഷ്യരും, ഇതൊരു കുടിയേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. വിശുദ്ധ നോയിമാനെ സഭ അവതരിപ്പിച്ചത് കുടിയേറ്റക്കാർക്ക് വേണ്ടി. കുടിയേറ്റങ്ങൾ പ്രതിസന്ധികളുടെ സമയങ്ങളാണ്. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒത്തിരിയേറെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കുമൊക്കെയായി എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളാണ് പോയിട്ടുള്ളത്. അവരെല്ലാവരെയും പ്രത്യേകമായി ഈ സമയം വിശുദ്ധ ജോൺ നോയിമാൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗബാധിതരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ജോൺ നോയിമാൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ആഗോള കത്തോലിക്കാ സഭ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവ കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിലൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം പ്രത്യേകമായി ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ സഹായത്താൽ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ, അവിടുത്തെ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി തീരട്ടെ, അതിനുള്ള മാധ്യമമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ജോൺ നോയിമാനെ സഭയ്ക്ക് നൽകിയ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം വഴി കുടിയേറ്റക്കാർ ആയിട്ടുള്ള മനുഷ്യർ അനുഗ്രഹിക്കപ്പെടട്ടെ. കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽ അഭിഷേകം വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. രോഗബാധിതരായ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.